ഇന്നലെ കാട്ടുപോത്ത് കുത്തിയതിന് ശേഷം അബ്രഹാമിൻ്റെ കരച്ചിൽ ആദ്യമായി കേട്ടത് അമ്മിണിയമ്മയാണ്. അമ്മിണിയമ്മയാണ് നമുക്കൊപ്പമുള്ളത്. എപ്പോഴാണ് അബ്രഹാം അവിടേക്ക് ഈ കൃഷി സ്ഥലത്തേക്ക് പോയത്? രാവിലെ കയറിപ്പോയി, ഒരു 9-9:30 ആയപ്പോൾ കയറിപ്പോയി. രാവിലെ കയറിപ്പോയി. അവിടുത്തെ അത്യാവശ്യം പണിയൊക്കെ തീർത്ത് ഇറങ്ങി വന്ന വരവായത്. ഇറങ്ങി വന്നപ്പോൾ ഞാൻ ആ മുകളിലുണ്ടായിരുന്നു. ഇയാളെ കുത്തുന്നതിൻ്റെ കുറച്ച് താഴെ ഉണ്ടായിരുന്നു. ഞാൻ കശുമാൻ്റെ ചുവട് തെളിച്ചുകൊണ്ടിരുന്ന അപ്പോൾ ഈ കാർച്ച ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ പോത്ത് കൂട്ടത്തോടെ ഓടുന്നു കണ്ടു. അങ്ങോട്ട് റോഡ് ഈ കൂപ്പ് റോഡാണ്. ആ റോട്ടിൽ കൂടെ കുറച്ച് താഴോട്ട് ഓടി. ഞാൻ ഈ കൂപ്പ് റോഡിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇയാളുടെ കാർച്ചയും കേട്ട് പോത്തിൻ്റെ ഓട്ടവും ഒച്ചയും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തോ അപകടമാണല്ലോ എന്ന്. പോത്ത് ഓടി ഇങ്ങ് വന്നിട്ട് ഇങ്ങനെ വലതോട്ട് അങ്ങ് തിരിഞ്ഞു പോയി, വലതുവശത്തോട്ട് തോട്ടത്തിലോട്ട് പറമ്പിലോട്ട് തന്നെ അങ്ങ് തിരിഞ്ഞു പോയി. ഞാൻ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇവിടെ വന്ന് വിവരം പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ട്, അയാളെ ഒന്ന് വിളിച്ച് നോക്കാം, അയക്കെന്തോ അപകടം പറ്റിയെന്നാണ് തോന്നുന്നത്, വിളിച്ച് നോക്കാൻ പറഞ്ഞു, ഫോൺ വിളിച്ച് നോക്കിയപ്പോൾ ഫോൺ റിങ് അടിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. എന്നിട്ട് ഇവിടങ്ങളിലുള്ളവരെല്ലാം വിളിച്ച് ഫോൺ വിളിച്ച് അവരൊക്കെ പോയി നോക്കുമ്പോൾ ഇങ്ങനെ അവശതയായി കിടക്കുക. സാധാരണ അബ്രഹാം പോകുമ്പോൾ അറിയിക്കാറുണ്ടോ, നിങ്ങളോട് വിളിച്ച് പറയാറുണ്ടോ? ഇല്ലല്ല, വിളിച്ച് പറയാറൊന്നുമില്ല. ഞങ്ങൾ കണ്ടതാന്നല്ല അങ്ങനെ കയറി പോകുന്നത്. ആ റോഡേ പോകുകയും വരുകയും ചെയ്യുന്നല്ലാണ്ട് നമ്മൾ ചിലപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ വിളിച്ച് വർത്താനം പറഞ്ഞു പോകും, അല്ലെങ്കിൽ അറിയല. നേരത്തെ കാട്ടുപോത്ത് ഇവിടെ വരാറുണ്ട്, പ്രദേശത്തേക്ക് എത്താറ്? 6 മാസം മുമ്പ് തുടങ്ങിയാണ് വരാൻ തുടങ്ങിയത്. അതിന് മുമ്പില്ലായിരുന്നു കാട്ടുപോത്തൊന്നും. ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നു, ഭയമുണ്ടോ, പേടിയുണ്ടോ? പേടിക്കാണ്ട് പേടി കാണിയല്ലേ മനുഷ്യന്. ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാനൊക്കെ പേടി കാണും, പേടിയുണ്ടാകും. എങ്ങനെയെങ്കിലും ഇവിടുന്ന് തുരത്താണ്ട് ഒരു നിവൃത്തിയില്ല, ജീവിക്കണ്ടേ. നമുക്ക് പുറത്തിറങ്ങാണ്ട് ജീവിക്കാൻ പറ്റിയല്ലോ. വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ അധികാരമില്ല എന്നാണ് കലക്ടർ പറഞ്ഞിരിക്കുന്നത്. കലക്ടറെ വീട്ടിൽ കൊണ്ടുവെക്കട്ടെ, ഓഫീസിൽ കൊണ്ടുവെക്കട്ടെ ഈ മൃതദേഹം, അല്ലാണ്ട് ഇപ്പോൾ എന്നാ ചെയ്യുന്നത്? അന്നേരം തീരുമാനം ഉണ്ടാകും. ഇന്നലെ കണ്ടത് വലിയ കാട്ടുപോത്താണ്. കണ്ടില്ലല്ലോ, ഓടുന്ന ഒച്ചയല്ല കേട്ടോ, കൂട്ടമാണ്. 5-6 എണ്ണം ഉണ്ട്, 5-8 എണ്ണം അങ്ങാണ്ടുണ്ട്. നമ്മളിപ്പം ഭയങ്കരമായിട്ട് ശബ്ദത്തിലോ കരികലക്കകത്തോടെ ഓടി മറിഞ്ഞ് വരുന്നല്ലേ കൂത്താടി. നമ്മളിപ്പം കന്നാലിയൊക്കെ കൂത്താടി വരികയല്ലേ എന്ന് പറഞ്ഞ പോലെ കൂത്താടി ഓടി വരുന്ന ഒച്ച ഞാൻ കേട്ടത്. അപ്പോൾ എനിക്ക് ആദ്യം തോന്നി പിന്നെ ഇയാൾ പേടിച്ചിട്ട് കാറുതാണോ എന്ന്. കുത്തി കാറുതാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, ഇതിനെ കണ്ട് പേടിച്ച് കാറുതാണോ എന്നാന്നൊന്നും അറിയത്തില്ല. അതായത് ഒരു കാട്ടുപോത്ത് മാത്രമല്ലായിരുന്നു, കൂട്ടമായിട്ടാണ്. കൂട്ടമായിട്ടാണ് ഉള്ളത്. ഒരു ചെറുതും ബാക്കി വലുതുങ്ങളും ഉള്ളത് പലരും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഈ ഡാം സൈറ്റിലൊക്കെ കാട്ടുപോത്ത് വന്നതായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരെണ്ണം കണ്ടു വന്നല്ലേ, ഇതങ്ങനെ ഒരെണ്ണമായിട്ടല്ല, കൂട്ടമാണ്. നേരത്തെ വനവകുപ്പിനെ അറിയിച്ചിരുന്ന വിഷയം? നേരത്തെയൊക്കെ അറിയിച്ചാൽ 5-6 മാസം മുമ്പേ തുടങ്ങി. എന്നാളും കൂടെ അവരെ അറിയിച്ചത്. എന്നാൾ അവരുടെ ഒരു പറമ്പിൽ ഇറങ്ങിയപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് അവർ വരികയോ വരുവോ, അവിടെ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ പോയി പടക്കം കൊടുക്കുകയോ എന്തോ ചെയ്തിട്ട്. എന്താണ് അവർ പറയുന്നത്? അവരെന്താ പറയണമെന്ന് ആർക്കറിയാം. അവർക്കിപ്പോൾ വേറെ ഒന്നിനും അവർക്ക് ഓർഡർ ഇല്ലല്ലോ. അവർക്കിപ്പം പടക്കം കൊടുക്കാനും തുരത്താനും അല്ലേ ഓർഡറുള്ളൂ, വേറെ ഒന്നിനും അവർക്ക് ഓർഡർ ഇല്ലല്ലോ. അവരെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ അവർ പറയുന്നത്. കാട്ടുപോത്ത് അബ്രഹാമിനെ കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം അബ്രഹാമിൻ്റെ കരച്ചിൽ ആദ്യമായി കേട്ടു. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത് ഒരു കാട്ടുപോത്ത് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ കാട്ടുപോൾ, 4-5 കാട്ടുപോത്തുകൾ കൂട്ടത്തിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ശബ്ദമാണ് താൻ കേട്ടതെന്നാണ് അമ്മിണിയമ്മ ഏതായാലും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.